അപ്പോൾ നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങിലും തുടങ്ങാം. സോ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള രണ്ട് ടേംസാണ് ഇത്, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും. എന്നാലും നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിനൊന്ന് നമുക്ക് റീഫ്രഷ് ചെയ്തെടുക്കാം. സോ വാട്ട് ഈസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്? Absorption costing is a costing system which treats all manufacturing cost, including both fixed and variable cost, as product cost. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ. അതായത് എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റും, നമുക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ കോസ്റ്റ്? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസസുകളെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ കോസ്റ്റിനെ നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷന് വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ പ്രോഫിറ്റ് മാർജിൻ എത്രയായിരിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എത്ര സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നതിന് ബേസ് ആയിട്ട് നമുക്ക് എന്ത് വേണം? കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണം. സോ ഈ കോസ്റ്റുകൾ, പലതരത്തിലുള്ള കോസ്റ്റുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ആണ്. അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാത്ത എക്സ്പെൻസസിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി നമുക്ക് എന്തായാലും ഉണ്ടാവുന്ന എക്സ്പെൻസസുകളെയാണ് എന്ത് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഓരോ യൂണിറ്റ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരുന്ന എക്സ്പെൻസസുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഈ രണ്ട് കോസ്റ്റുകളും, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും, പ്രോഡക്റ്റിൻ്റെ കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് വളരെ ചെറിയ ഓർഗനൈസേഷൻസ്, സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ഫേംസിന് മാത്രമേ ഈ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളിനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഈ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന് നമ്മളിപ്പോൾ ഈ പറഞ്ഞപ്പോൾ തന്നെ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ അത് അത്ര അധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്? ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ്, in absorption costing, a part of fixed cost is carried over to subsequent accounting period as a part of closing stock. അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ക്ലോസിംഗ് സ്റ്റോക്കിലും ഫിക്സഡ് കോസ്റ്റിൻ്റെ എലമെൻറ്റ് വരുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന, നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള തിയറി പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിലും എന്ത് വരുന്നുണ്ട്? ഫിക്സഡ് കോസ്റ്റിൻ്റെ എലമെൻറ്റ് വരുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിന് വിരുദ്ധമായിട്ടുള്ളതാണ്. സോ അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ പറയുന്നത്. സോ ഇനി രണ്ടാമത്തെ ലിമിറ്റേഷൻ, absorption costing depends on the levels of output which may vary from period to period. Consequently, cost per unit changes due to the existence of fixed overhead. ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അതേസമയം ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ചിങ് ആയിരിക്കും. അവിടെയാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. സോ ഇവിടെ നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് വിച്ച് മേ വാരി ഫ്രം പീരീഡ് ടു പീരീഡ്. ഔട്ട്പുട്ടിനനുസരിച്ചിട്ട്, അതായത് ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് മാത്രമല്ല, അപ്പോൾ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മൾ എത്ര കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പെർ യൂണിറ്റ് കോസ്റ്റ് സെയിം ആയിരിക്കും. അതേസമയം ഫിക്സഡ് കോസ്റ്റിൻ്റെ കേസ് അങ്ങനെയല്ല, പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ചിങ് ആണ്. അതുകൊണ്ട് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന് ലെവൽസ് ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. The next limitation is, it is not helpful to management in making decisions such as selection of product mix, make or buy, selection of best alternative. ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പഠിക്കുന്നത്. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. സോ ഇത് അടുത്തൊരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ്, ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ഇൻ പ്ലാനിങ് ഓർ കൺട്രോളിങ് കോസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഇൻകറൻസ് ഓഫ് കോസ്റ്റ്.
Then absorption costing does not help in preparing flexible budget, tender or quotation. നമ്മൾ ടെൻഡർ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് കോസ്റ്റിംഗ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നുള്ള കോസ്റ്റിംഗ് മെത്തേഡ് കൊണ്ട് നമുക്ക് അതിനൊന്നും ഉപകരിക്കാൻ പറ്റില്ല. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. സോ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്നാണ് പറയുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മാർജിനൽ കോസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ തറോ ആയിട്ട് കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ദ കോസ്റ്റിംഗ് സിസ്റ്റം വിച്ച് ട്രീറ്റ്സ് ഓൺലി ദ വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ആസ് പ്രോഡക്റ്റ് കോസ്റ്റ്. നമ്മൾ മറ്റേ സ്ഥാനത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് പ്രോഡക്റ്റ് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് പറയുമ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ എന്തേ പറയുന്നുള്ളൂ, വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിൽ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്സിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് പ്രോഡക്റ്റ് കോസ്റ്റ് അല്ല, അത് പീരീഡ് കോസ്റ്റാണ്. ആ പീരീഡിൽ വരുന്ന കോസ്റ്റാണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഒരു മന്ത് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മന്തിൽ ഒരു പ്രൊഡക്ഷനും നടന്നിട്ടില്ലെങ്കിൽ പോലും ആ പീരീഡിൽ ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കും. അതേസമയം നമ്മൾ ആ പീരീഡിൽ പ്രൊഡക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷന് നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വേരിയബിൾ എക്സ്പെൻസസും എന്തായിട്ട് വരും, പ്രോഡക്റ്റിൻ്റെ കോസ്റ്റുകളായിട്ട് വരും. സോ അതാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. സോ ഈ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ എന്താണ് ഈ വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, മാർജിനൽ കോസ്റ്റിന് നമ്മൾ വേറെ പറയുന്ന പേരാണ് വേരിയബിൾ കോസ്റ്റ്. ഏതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റാണ്. അതായത് നമുക്ക് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ലേബറിൻ്റെ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതേപോലെ തന്നെ വേരിയബിൾ ഓവർഹെഡ്സ്. നമ്മൾ ഓവർഹെഡ്സുകൾ പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓവർഹെഡ് ഉണ്ട്, ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട്. ഈ ഓവർഹെഡിനെ എല്ലാം നമ്മൾ ഫിക്സഡും വേരിയബിൾ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാ വേരിയബിൾ പോർഷനും, വേരിയബിൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് വരുന്ന ഐറ്റമാണ് വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. സോ ഈ വേരിയബിൾ ഓവർഹെഡും എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇതെല്ലാം പ്രൈം കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. സോ പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. So what are the characteristics of marginal costing? It is not a method of costing, it is a technique of managerial decision making. നമ്മൾ കോസ്റ്റിംഗ് മെത്തേഡ്സും ഉണ്ട്, ടെക്നിക്കും ഉണ്ട്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൽ പെടുന്നതല്ല മാർജിനൽ കോസ്റ്റിംഗ്, നേരെ മറിച്ച് അതൊരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. All costs are classified into fixed and variable. Here only variable costs are charged to products. Fixed costs are charged against profits of the period in which they are incurred. അവിടെ നമ്മൾ അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴാണ് കൺസിഡർ ചെയ്യുന്നത്? അത് നമ്മൾ പ്രോഫിറ്റ് ഏത് പീരീഡിലാണ്, അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പീരീഡ് കോസ്റ്റ് ആണ്. അതുകൊണ്ട് ആ പീരീഡിൽ ഉണ്ടാകുന്ന ഏത് പീരീഡിലാണോ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പീരീഡിലേക്ക് ഉള്ള പ്രോഫിറ്റിനോട് കൂടെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അതായത് ആ പ്രോഫിറ്റിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. Then the stock of finished goods and work in progress are valued at marginal cost or variable cost. നമ്മൾ നേരത്തെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷം ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒരു എലമെൻറ്റ് ഫിക്സഡ് എലമെൻറ്റ് ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഒരിക്കലും അങ്ങനെ ഒരു ഫിക്സഡ് എലമെൻറ്റ് ഉണ്ടാവില്ല. കാരണം ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെയും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയൊക്കെ സ്റ്റോക്ക്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വാല്യൂ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ് ആണ്. The next characteristics, selling price is equal to variable cost plus contribution. നമുക്കറിയാം എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് റവന്യൂ ആൻഡ് വേരിയബിൾ കോസ്റ്റ്. സോ ഈ കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. Then the profitability of the product or department is based on the contribution made by each production department. സോ ഈ കോൺട്രിബ്യൂഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റ്. ഈ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് നമ്മൾ വരുന്ന കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനും
ആ കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ഫിക്സഡ് കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് പ്രോഫിറ്റിൽ, ആ കൺസേൺഡ് ഈ പീരീഡിലെ പ്രോഫിറ്റിനോട് കൂടിയാണ്. ഇതൊക്കെയാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. Then what are the assumptions of marginal costing? First assumption is the costs are divided into two, fixed and variable. Then fixed cost remain constant at all levels of activity. Then total variable cost vary, but variable cost per unit does not vary. ഇത് എപ്പോഴും നമ്മൾ മാറിപ്പോകുന്നൊരു കോൺസെപ്റ്റുകളാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, എന്നാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്. അതേപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്, പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് അല്ല, അത് ഫിക്സഡ് ആണ്. Then selling price remains constant at different levels of activity. പ്രൈസ് ഓഫ് മെറ്റീരിയൽ, റേറ്റ്സ് ഓഫ് ലേബർ എക്സെട്ര റിമെയിൻ അൺചേഞ്ച്ഡ്. ഇതെല്ലാം നമ്മളുടെ അസംഷൻസ് ആണ്. നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന അസംഷൻസ് ആണ് ഈ പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എല്ലാ ലെവൽസിലും സെയിം തന്നെ ആയിരിക്കും, അത് ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ദെൻ പ്രൈസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നതും ലാബറേഴ്സിൻ്റെ റേറ്റ്സ് എന്ന് പറയുന്നതും ഒക്കെ അൺചേഞ്ച്ഡ് ആണെന്നാണ് നമ്മളുടെ അസംഷൻ. അതേപോലെ തന്നെ വോളിയം ഓഫ് ദ പ്രൊഡക്ഷൻ ഈസ് ദ ഓൺലി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദ കോസ്റ്റ്. അതായത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ കോസ്റ്റിൽ വ്യത്യാസം വരുന്നത് എന്നാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ പറയുന്നത്. അതായത് നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേമും 1500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേമും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. എങ്ങനെയാണ്? അവിടെ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷനിലുള്ള വ്യത്യാസം വരുന്നത് കൊണ്ട് അവിടെ കോസ്റ്റിങ്ങിലും വ്യത്യാസം വരും. സോ ഈ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേമിലും 1500 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേമിലും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സെയിം ആയിരിക്കാം, പക്ഷേ ആ ഫിക്സഡ് കോസ്റ്റിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഇവിടെ നമ്മൾ ആ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് ഈ മാർജിനൽ കോസ്റ്റിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസംഷൻ എന്ന് പറയുന്നത് അവിടെ വോളിയം ഓഫ് ദ പ്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ കോസ്റ്റ് കാൽക്കുലേഷനിൽ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോസ്റ്റിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്. ദർ ഈസ് നോ സ്റ്റോക്ക്. മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ സ്റ്റോക്ക് എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ബിക്കോസ് സ്റ്റോക്ക് എന്ന് പറയുന്നതിൽ നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിലൊന്നും വേരിയബിൾ എലമെൻറ്റ് ഫിക്സഡ് എലമെൻറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൽ എന്ത് വരുന്നില്ല, നമ്മൾ അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്തും അതിന് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും ഫിക്സഡ് എലമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും വരുന്നില്ല. സോ അവിടെ സ്റ്റോക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അസംഷൻ. സോ ദീസ് ആർ ദ അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. Next we are going to discuss about advantages of marginal costing. എന്തൊക്കെയാണ് ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസി ആൻഡ് സിമ്പിൾ. The next advantage is simple valuation of stock. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിനെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് വാല്യൂ ചെയ്യുന്നത്, വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്. സോ ആ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ വളരെ സിമ്പിളാണ്, ബിക്കോസ് ദർ ഈസ് നോ എലമെൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റോക്ക്. ദെൻ ബെറ്റർ കോസ്റ്റ് കൺട്രോൾ. നമ്മൾ ഈ ഒരു ടെക്നിക്ക് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു മെത്തേഡല്ല, ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. എന്ത് മാനേജീരിയൽ ഡിസിഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്? ബെറ്റർ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിലൂടെ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ലിംഗ് പ്രൈസ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനെല്ലാം മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യുന്നു. Then no problem of under or over absorption of overhead. ഇവിടെ നമുക്ക് ഓവർ ഹെഡിൻ്റെ അബ്സോർപ്ഷൻ, അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു എലമെൻറ്റേ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റിനെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓവർ ഹെഡ് കാൽക്കുലേഷനിൽ വരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അവിടെ ഫിക്സഡ് എലമെൻറ്റ് ഇല്ലാത്തതോടത്തോളം കാലം നമുക്ക് ഓവർ അബ്സോർപ്ഷൻ, കൂടുതലായിട്ടും നമ്മൾ ഓവർ ഹെഡിനെ ട്രീറ്റ് ചെയ്യുന്നില്ല, കുറവായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല.
ദെൻ അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി നമുക്ക് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോഫിറ്റ് പ്ലാനിങ്, ഇറ്റ് ഹെൽപ്സ് ഫോർ ദ പ്രോഫിറ്റ് പ്ലാനിങ്, ഇറ്റ് ഹെൽപ്സ് ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഫോർ ദ പ്രൈസിങ് പോളിസി. ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഈ അഡ്വാൻറ്റേജസ് ഒന്നും നമ്മളുടെ ഏത് കോസ്റ്റിങ്ങിനില്ല, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ സെപ്പറേറ്റിംഗ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളുടെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അസംഷൻ എന്ന് പറയുന്നത് കോസ്റ്റുകളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. പക്ഷേ ആ ഒരു തരംതിരിവ് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ. ദെൻ ഡിഫിക്കൽട്ടി ഇൻ ആപ്ലിക്കേഷൻ, അതായത് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളൊരു ടെക്നിക്ക് നമ്മൾ ബാക്കിയുള്ള എന്താ പറയുക, വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ വാല്യുവേഷൻ ചെയ്യുന്നതിലും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ, അതായത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റുകൾ വളരെ കൂടുതലായിരിക്കും. അവിടെ ഫിക്സഡ് കോസ്റ്റിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. പക്ഷേ ആ ഫിക്സഡ് കോസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഇമ്പാക്റ്റ് അധികം കൊണ്ടുവരാൻ പറ്റില്ല. സോ ഡിഫിക്കൽട്ടി ഇൻ ആപ്ലിക്കേഷൻ, നമ്മൾ ചില ഫീൽഡിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. ഈ മാർജിനൽ കോസ്റ്റിങ്ങിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിലാണ്. സോ വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മാർജിനൽ കോസ്റ്റിങ്ങിൽ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ എലമെൻറ്റ് വരുന്നില്ല. അതുകൊണ്ട് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ട്രൂ വാല്യൂ. ഒറിജിനൽ വാല്യൂ എത്രയാണോ ആ സ്റ്റോക്ക്, ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ വിൽക്കാതെ നിൽക്കുന്ന ഒരു വസ്തുവിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഈ മന്തിൽ നമുക്ക് സെയിൽസ് നടത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ആ സ്റ്റോക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഫിക്സഡ് കോസ്റ്റും വന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്താ ഇവിടെ പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റിൽ ആ സ്റ്റോക്കിൽ നമ്മൾ മാർജിനൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ അസംഷൻ. സോ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ മാറ്റി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഫിക്സഡ് കോസ്റ്റ് വരാത്തിടത്തോളം കാലം അവിടെ എന്ത് വരുന്നു, അണ്ടർ വാല്യുവേഷൻ. ഒറിജിനൽ അതിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂവിനെ നമ്മൾ ഒറിജിനലി മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്, അണ്ടർ വാല്യൂ ചെയ്യുന്നു. സോ ദിസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ഈസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ്, ഷോർട്ട് റൺ അനാലിസിസ്. അതായത് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് റിമെയിൻ ഫിക്സഡ് ആയിരിക്കും, പക്ഷേ അത് ഒരു ഷോർട്ട് പീരീഡിൽ മാത്രം. ഇപ്പോൾ നമ്മൾക്ക് അറിയാം, റൂമിൻ്റെ റെൻറ്റ് ഇപ്പോൾ ഒരു 10,000 റുപ്പീസാണ് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഫാക്ടറീൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് ഏത് കാലത്തും 10,000 ആയിരിക്കുമോ? ഒരു 3-4 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ ഇതിനനുസരിച്ചിട്ട് നമ്മളുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 15,000 അല്ലെങ്കിൽ 20,000 ഒക്കെ മാറാം. അപ്പോൾ അത് ലോങ് റണ്ണിൽ വരുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഷോർട്ട് റണ്ണിലേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ടൈം ഫാക്ടർ ഇഗ്നോർഡ്. സോ ഇവിടെ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ടൈം ഫാക്ടർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ജോബുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ അവിടെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ടൈം ഫാക്ടർ എന്ന് പറയുന്നത്, ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇപ്പോൾ എത്ര പീരീഡിലേക്ക് ആണ് ഈ മാർജിനൽ കോസ്റ്റിംഗ് ഉള്ളത്, ഇപ്പോൾ 1 ഇയർ ആണോ 2 ഇയർ ആണോ 3 ഇയർ ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അത്ര, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഷോർട്ട് റൺ അനാലിസിസ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അവിടെ ടൈം ഫാക്ടർ നമ്മൾ ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ റോങ് ബേസിസ് ഫോർ പ്രൈസിങ്. ശരിക്കും പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ പറയുന്നത് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചില സ്ഥാപനങ്ങൾ, ചില സിറ്റുവേഷൻസിൽ നമുക്ക് പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നതിന് ഒരു റോങ് ബേസിസ് ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഏതൊരു സാധനം പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്കതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും, അഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും. സോ നമുക്കിവിടെ
പറയാവുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അറിയാലോ, മാർജിനൽ കോസ്റ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രൊഡക്ഷനും സെയിൽസൊക്കെ നമ്മൾ പിന്നെ എന്താ പറയുക, കുറേ കാലം എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് മെഷീനറീൻ്റെ ഒരു പിന്നെ ഡ്രോപ്പ് ഡൗൺ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ കൂടുകയാണ്, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസൊക്കെ വളരെ കൂടുതലാകുമ്പോൾ അതിനനുസരിച്ചൊരു ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വേറെ ഫാക്ടേഴ്സാണ്. അവിടെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, നമ്മൾ പറഞ്ഞു നമ്മൾ കോൺട്രിബ്യൂഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ മാർജിനൽ കോസ്റ്റിങ്ങിലെന്ന്. പക്ഷേ അത് കൂടാതെ, കോൺട്രിബ്യൂഷനെ കൂടാതെ വേറെയും കുറേ വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസ് എല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ്. സോ ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ എന്നുള്ളതൊരു കറക്റ്റ് ബേസിസ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ ഹിയർ മോർ എംഫസൈസ് ഈസ് ഗിവൺ ഓൺ സെയിൽസ്. സെയിൽസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മളവിടെ കൊടുക്കുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക, സെയിൽസ് ഫിക്സേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ എന്തൊക്കെയാണോ ടെക്നിക്സുകൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. എങ്കിൽ കൂടിയും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനേക്കാളും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ്, കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇപ്പോൾ നമ്മൾ രണ്ട് കോസ്റ്റിംഗ് മെത്തേഡിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. സോ എന്തൊക്കെയാണ് ഈ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്? ഫസ്റ്റ് ഡിഫറൻസ്, ഇൻ ദ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഓൾ ദ കോസ്റ്റ് ആർ ചാർജ്ഡ്. ഏതൊക്കെയാണ്? ഫിക്സഡും വേരിയബിളും. എന്നാൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഓൺലി വേരിയബിൾ കോസ്റ്റ് ഈസ് ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ. The next difference is stock of finished goods and work in progress are valued at total cost in the case of absorption costing, but in the case of marginal costing, stock and work in progress are valued at marginal cost only. That is variable cost only. ഏതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്. Then next difference is profit is the basis for decision making in the case of absorption costing. Profit എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസും CGSും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ അതും രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ്. ദ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. പക്ഷേ മാർജിനൽ കോസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ സ്യൂട്ടബിൾ ഫോർ ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ്. Then next difference, when the production increases, cost per unit reduces. കാരണം എന്താണ്? It includes the element of fixed cost. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പ്രൊഡക്ഷൻ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. എന്നാൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ ദ സെയിം അറ്റ് ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മളതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. സോ നിങ്ങൾക്ക് അറിയാവുന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഒന്നും കൂടെ ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു.